ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് റമദാൻ 26 ഗായ്സ്. അപ്പം ഇന്ന് നമ്മുടെ പള്ളിയിൽ നോമ്പ് തുറയാണ്. അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വരാം കേട്ടോ. ഞാൻ പോകുമ്പോൾ തന്നെ ഫ്രൂട്ട്സ് എല്ലാം മുറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിരുന്നത്. സമൂസ, മെയിനായിട്ടുള്ള സമൂസയും റോളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ സബ് മൊഡ്യൂളായ അപ്പങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ പഴങ്ങളും എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. പഴം, ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. ബത്തക്കയും പൈനാപ്പിളും ബനാനയാണ് ഉണ്ടായിരുന്നത് ഫ്രൂട്ട്സ് ആയിട്ട്. പിന്നെ അപ്പമായിട്ട് പലതരം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എന്താക്കി ഇരിക്കാൻ വേണ്ടി പള്ളീൻ്റെ മുറ്റത്ത്, പള്ളീൻ്റെ മുമ്പിലെ ഭാഗത്ത് നമ്മൾ ഒരു ഇത് പിരിച്ചിട്ട് അതിൻ്റെ മീതെ വേറെ ഷീറ്റ് പിരിച്ചിട്ട് വെക്കാനാണ്. ജ്യൂസും ഫ്രൂട്ട്സും മുറിച്ച ഫ്രൂട്ട്സും അപ്പം എല്ലാം വെക്കാൻ വേണ്ടി അവിടെ വൈറ്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇടുന്നത് കേട്ടോ. പിന്നെ അത് പാറാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിലേക്ക് കുപ്പിയും വെള്ളമെല്ലാം വെക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സഹായത്തിനാണ്. പിന്നെ അത് പിരിച്ചതിന് ശേഷം എന്താക്കി നമ്മൾ അപ്പവും ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ടുണ്ടത് മുതിർന്നവർ വന്നിട്ട് എന്താക്കി എല്ലാം വെക്കാൻ തുടങ്ങി കേട്ടോ. ഓരോന്ന് വെക്കാൻ തുടങ്ങി. അപ്പം പിന്നെ പിള്ളേരെല്ലാവരും കൂടിയിട്ട് വെക്കാനും തുടങ്ങി. പിന്നെ നിലത്തിരിക്കാൻ കഴിയാത്തവർക്ക് കസാലയിലിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബിരിയാണി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇറച്ചി ബിരിയാണിയാണ് ഉണ്ടായത്. ചോറും ഇറച്ചിയും എല്ലാം വിളമ്പിയാണ് കേട്ടോ കാണുന്നത്. പാത്രത്തിലാണ് കൊടുക്കുന്നത്. അവിടുന്ന് തന്നെ നോമ്പുറത്തതിന് ശേഷം വയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ആക്കുന്നത്. അതിന് ശേഷം പോയപ്പോൾ അവിടെ ബത്തക്ക ജ്യൂസ് ഒഴിക്കുകയാണ്. അവരൊരു ഗ്ലാസ്സിലാക്കിയിട്ട് ഒഴിക്കുകയാണ്. രണ്ടാൾ കൂടിയിട്ട് മുഹബത്ത് കാ സർവത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മളെ അപ്പത്തിൻ്റെ പരിപാടിയെല്ലാം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം എല്ലാം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മളെ ജ്യൂസ് കൊണ്ടുവന്നത്. ഒഴിച്ച ജ്യൂസിൻ്റെ വലിയ ഇത് തന്നെ കൊണ്ടുവരികയാണ് അവിടെ വെക്കാൻ വേണ്ടി. അങ്ങനെ ഒരുവിധം ജ്യൂസെല്ലാം വെച്ച് പിന്നെ സമയമായി പറഞ്ഞിട്ട് ചോറും അതിൻ്റെ കൂടെ തന്നെ വെക്കാൻ തുടങ്ങി കേട്ടോ. എല്ലാവർക്കും ഓരോരോ വിധ ചോറ് അവിടുന്ന് തന്നെ വയ്ക്കാൻ വേണ്ടി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്ക് പിള്ളേരെല്ലാം വന്നിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ വരുന്നത്. പിന്നെ ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. 6 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ നാൾ ഇരിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ ഇന്നത്തെ നോമ്പുതുറ കാഴ്ചകൾ. അപ്പം എൻ്റെ അനിയനെല്ലാം ഉണ്ടായിരുന്നു അപ്പുറത്തെ സൈഡ് ഞാൻ നിൽക്കുമ്പം. പിന്നെ എന്തെല്ലാം തരം അപ്പം ഉണ്ടായിരുന്നു, ചോറും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു തരം ജ്യൂസും ഒരു കുപ്പി വെള്ളമാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇത്രയുള്ള കാഴ്ചയാണ് നമ്മളെ പള്ളിയിലുണ്ടായിരുന്നത്. ഇനി നമ്മൾ പെരക്കത്തെ കാഴ്ചയും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നോമ്പ് തുറന്നു കേട്ടോ. പള്ളിയിൽ ബാങ്ക് കൊടുത്തു. ഇനി പെരയിൽ ഉണ്ടാക്കിയ വിശേഷം കാണാം കേട്ടോ. പെരയിൽ നമ്മൾ പുഡിങ്ങാണ് ഉണ്ടാക്കിയത്. അതിന് പാലെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിസ്ത പുഡിങ് മിക്സ് പൗഡറാണ് ഇന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അത് പൊട്ടിച്ചു അതിലേക്ക് കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് മിക്സാക്കിയിട്ട് കട്ടയില്ലാതെ ഇളക്കി കൊടുത്ത ശേഷം പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത്. തിളച്ച ശേഷം അതിൻ്റെ ഒരു
5-6 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുറുകി എടുപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ കലക്കിയെടുത്ത പിസ്ത എസൻസ്. അത് നമ്മൾ പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് കുറച്ച് കുറുകാൻ വേണ്ടി നന്നായിട്ട് ഒരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം കേട്ടോ. അത് നമ്മൾ റെഡി ആയിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി ചൂടായ ശേഷം പാത്രത്തിലേക്ക് ആക്കി വയ്ക്കുകയാണ്. അത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് മണിക്കൂർ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ എല്ലാം സെറ്റ് ആകാൻ വേണ്ടി ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ അപ്പം പരിപാടിയാണ് നടത്തുന്നത്. പല ചുട്ട് കൊടുക്കുകയാണ്. അതിന് മസാലയും ബ്രെഡ് മുട്ടയിൽ മുക്കി ബ്രെഡ് കംസിനുള്ള ബ്രെഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ എല്ലാ പരിപാടിയും റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് വേണ്ട മസാലയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മസാല അത്ര ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചിട്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് സോയാ സോസും അന്നാക്കുമ്പോൾ മയോണൈസ് ചേർത്തിട്ടുണ്ടായിട്ട. ഇപ്പോൾ ഞാൻ മയോണൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ മയോണൈസ് ചേർത്തു. നന്നായി മസാല എല്ലാം കുഴച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ബ്രെഡ് പൊരിക്കാൻ വേണ്ടി പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അത് പാനിലേക്ക് ഇട്ട് പൊരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആയിട്ട് വന്ന ബ്രെഡിൻ്റെ അപ്പത്തിലേക്ക് അത് മുറിച്ചിട്ട് അതിലേക്ക് മസാല വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നോമ്പ് സമയം നോക്കി ബത്തക്ക മുറിച്ചിട്ടുണ്ടായിരുന്നു. ബത്തക്ക മുറിച്ച് കഷ്ണങ്ങളാക്കി പ്ലേറ്റിൽ ഇടുകയാണ്. പിന്നെ പപ്പങ്ങായ ഉണ്ടായിരുന്നു, അതും കൂടി മുറിച്ച് വെക്കുകയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇത്രയുള്ള വിഭവങ്ങളാണ് ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത്. പിന്നെ കസ്കസ് വെള്ളം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പൂച്ച വന്നിട്ടോ നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം നോക്കി വയ്ക്കും. പിന്നെ നമ്മൾ പള്ളിയിൽ നിന്ന് വന്ന ശേഷമാണ് പെരക്കത്തെ അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. എന്നിട്ട് അമ്മ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ മറന്നതുകൊണ്ട് അവസാനം തണുത്ത ശേഷമാണ് നമ്മൾ ഡെക്കറേഷൻ പണികളെല്ലാം ചെയ്യുന്നത്. അതിന് പിന്നെ സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനിയൻ്റെ നമ്മൾ കഴിച്ചതാണ്. അപ്പോൾ 2 അനിയന്മാരും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.